ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അൻ ആയിഷത ഉമ്മിൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹാ ഖാലത് ലമ്മ ഇഷ്തക അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ദകറത് ബഅദു നിസാഇഹി കനീസതൻ റഅയ്നഹാ ബിഅർളിൽ ഹബശ യുഖാലു ലഹാ മാരിയ വകാനത് ഉമ്മു സലമ വഉമ്മു ഹബീബത റളിയല്ലാഹു അൻഹുമാ അതതാ അർളൽ ഹബശ فذكرتا من حسنها وتساوير فيها فرفع رأسه فقال أولئك إذا مات منهم الرجل الصالح بنوا على قبره مسجدا ثم صوروا فيه تلك الصورة أولئك شرار الخلق عند الله رواه البخاري. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹീഹുൽ ബുഖാരിയിൽ 1341 നമ്പറായിട്ട് വന്നിട്ടുള്ള വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇത് ഇമാം ഇബ്നു ഹിബ്ബാൻ 3181, ഇമാം മുസ്ലിം 528, ഇമാം നസായി 704 നമ്പറുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനമാണ്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, മഹാനായിട്ടുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, അത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ എത്യോപ്യയിൽ കണ്ടിട്ടുള്ള ഒരു ചർച്ച്, ഒരു ക്രൈസ്തവ ആരാധനാലയം, അതിനകത്ത് കണ്ടിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. അവർ എത്യോപ്യയിൽ നിന്ന് എത്തി അങ്ങനെ പ്രവാചകനോട് അതിൻ്റെ മനോഹാരിതയും അവിടെയുള്ള ചിത്രങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തി എന്നിട്ട് പറയുകയുണ്ടായി, അവരുടെ കൂട്ടത്തിൽ ഒരു പുണ്യം ചെയ്യുന്ന നന്മയുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഒരു സ്വാലിഹായ വ്യക്തി മരണപ്പെട്ടാൽ, ആ വ്യക്തിയുടെ ഖബറിൻ്റെ മുകളിൽ ഒരു ആരാധനാ കേന്ദ്രം സ്ഥാപിക്കും. എന്നിട്ട് അവിടെ ചിത്രങ്ങൾ വെക്കും. ഉലൈക ശിറാറുൽ ഖൽഖ ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സൃഷ്ടികളാകുന്നു. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിലുള്ളൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹദീസ് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ജനത അവരുടെ കൂട്ടത്തിലെ പുണ്യം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, നല്ലവനാണ് എന്ന് ജനങ്ങൾ കരുതുന്ന സ്വാലിഹീങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അങ്ങനെ ഉള്ള ഒരു സ്വാലിഹായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടാൽ ഖബറിന് മീതെ പള്ളി സ്ഥാപിക്കും, അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ വെക്കും. പിന്നീട് കുറേ കഴിയുമ്പോൾ ആ ചിത്രത്തെ തന്നെ ജനങ്ങൾ ആരാധിക്കുന്നൊരവസ്ഥ വരും. അതായത് ആ ചിത്രം വെക്കുന്നത് എന്തിനാ? ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ജനങ്ങൾ ആദരിക്കാൻ വേണ്ടിയിട്ടാണ്, ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ജനങ്ങൾ പിന്നീട് മരണപ്പെടും. അങ്ങനെ തുടർന്ന് വരുന്ന ജനത ആ ഫോട്ടോയിൽ കാണുന്ന അവിടെ സ്ഥാപിച്ച ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രത്തെ തന്നെ ആരാധിക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിലുള്ള ചില പാഠങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, പ്രത്യേകിച്ച് ആരാധനാ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വെക്കുക, പ്രത്യേകിച്ച് പുണ്യപുരുഷന്മാർ, മഹത്തുക്കൾ, അവരുടെ ചിത്രങ്ങൾ വെക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് ഈ ഹദീസിൽ കിട്ടും. അതോടൊപ്പം തന്നെ ഖബറിന് മീതെ ആരാധനാ കേന്ദ്രങ്ങൾ, പള്ളികൾ, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്നിവ സ്ഥാപിക്കൽ വളരെയധികം തെറ്റായ കാര്യമാണ്. അതുപോലെ തിന്മയിലേക്ക് വീഴുന്നത് തടയുക എന്നുള്ളത് ഈ ഹദീസിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ആളുകൾക്കൊരു സംശയമുണ്ട്. അതായത് മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ചിത്രങ്ങളുള്ള തുണിത്തരങ്ങൾ, അതായത് വിരിപ്പ്, പുതപ്പ്, കർട്ടൻ, ഇതിലൊക്കെ ഇപ്പോൾ പലതരം മൃഗങ്ങളുടെ ഫോട്ടോ ചിത്രങ്ങളുണ്ടാകാം, പക്ഷികളുടെ ചിത്രങ്ങളുണ്ടാകാം. അപ്പോൾ ഇവ ഉപയോഗിക്കുന്നതിന് ഇസ്ലാമിൽ വിലക്കുണ്ടോ എന്നുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ടാകാം. അപ്പോൾ പലപ്പോഴും ആളുകൾ ഇവിടെ നമ്മൾ ഓതിയ ഹദീസൊക്കെ ഓതിയിട്ട് അങ്ങനെ ചിത്രങ്ങളുള്ള ഒന്നും പാടില്ല എന്ന് പറയാറുണ്ട്. ഈ ഹദീസിൽ എന്താണ് വിലക്കിയിട്ടുള്ളത്? പുണ്യപുരുഷൻ്റേത്, നമ്മുടെ നാട്ടിലെ ആളുകൾ വലിയെന്ന് പറയും, അല്ലെങ്കിൽ
അങ്ങനെ മഹാൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ അതായത് ആരാധനക്ക് സാധ്യതയുള്ള ഒരു മഹാൻ്റെ ചിത്രം, ആ ചിത്രം അത് വെച്ചുകൂടാ എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയും ആത്മാക്കളുള്ളവരുടെ ചിത്രങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആത്മാവുള്ളവയുടെ ചിത്രങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടത് അതും ആരാധനയിലേക്ക് എത്തിക്കുന്ന, ആരാധിക്കപ്പെടുന്ന ഒരു പിന്നെ ആളുകൾ ആദരവൊക്കെ കഴിഞ്ഞ് ആരാധനയുണ്ടല്ലോ, ആരാധന നടത്തുന്നവയുടെ ചിത്രങ്ങൾ അത് ഒരിക്കലും വെച്ചുകൂടാ ഒരു വീട്ടിൽ. അതുള്ള വീട്ടിലേക്ക് റഹ്മത്ത് വരികയില്ല, റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വരികയില്ല എന്നുള്ള വസ്തുനിഷ്ഠമാണ്. അപ്പോൾ അതാണ് വിലക്കിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചല്ലോ, അതിൽ കാണിക്കുന്ന അഥവാ മൃഗങ്ങൾ, പക്ഷികൾ, ഇപ്പോൾ ഒരു പൂച്ച, അതല്ലെങ്കിൽ നല്ല ജനങ്ങളുടെ കൂടെ കഴിയുന്ന പ്രത്യേകിച്ച് പൂച്ച, അതൊക്കെ പ്രവാചകൻ പറഞ്ഞല്ലോ വീട്ടിൽ നിങ്ങൾക്കിടയിൽ ചുറ്റി നടക്കുന്ന. അതുപോലെ തന്നെ പക്ഷികൾ, കുരുവികൾ, പക്ഷികൾ, ഇവയുടെയൊക്കെ ഫോട്ടോകളുള്ള വിരിപ്പോ പുതപ്പോ കർട്ടണോ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വിലക്കില്ല എന്നുള്ളതാണ്. വിലക്കപ്പെട്ടത് എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അത് ഒന്ന്, ആരാധനക്ക് സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മഹാന്മാരുടെ ചിത്രങ്ങൾ ഒരിക്കലും വെച്ചുകൂടാ എന്നുള്ളതാണ്. പിൽക്കാലത്ത് ജനങ്ങൾ ആരാധിക്കും എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള ചിത്രങ്ങൾ വെച്ചുകൂടാ. അതോടൊപ്പം തന്നെ ചില ആളുകൾ ചിത്രം വരച്ചിട്ട് ഈ ചിത്രം അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് കടപിടിക്കുന്നതാണ് എന്ന് ഉള്ള ചിന്തയോടുകൂടെ ചിത്രം വരയ്ക്കുക, അങ്ങനെയുള്ള ചിത്രങ്ങൾ അതൊക്കെ തന്നെയും തെറ്റാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ 4932 നമ്പറായിട്ട് നൽകുന്ന വചനത്തിൽ കാണാം, അൻ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗസ്വതി തബൂക്ക് ഔ ഖൈബർ. അതായത് ഇമാം അബൂദാവൂദ് തൻ്റെ സുനനിൽ 4932 നമ്പറായിട്ട് നൽകുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധം കഴിഞ്ഞ് അല്ലെങ്കിൽ ഖൈബർ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. അങ്ങനെ ആ സന്ദർഭത്തിൽ അതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഫഖാല മാ ഹാദാ യാ ആയിഷ, എന്താണ് ആയിഷ എൻ്റെ കൂടെ ഉള്ളത്? കാലത്ത് അവർ പറഞ്ഞു, ബനാത്തി, അതെൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺമക്കൾക്കിടയിൽ ആ ബൈനഹുന്ന ഫറസൻ ലഹു ജനാഹാൻ, ഒരു കുതിരയെ കണ്ടു. ഇത് കളിപ്പാട്ടങ്ങളാണ്. ഒരു കുതിരയെ കണ്ടു, അതിന് 2 ചിറകുണ്ട്. അപ്പോൾ റസൂൽ ചോദിക്കണ്ടായി, കുതിരക്ക് ചിറകുകളോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ നൽകുന്ന മറുപടി ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബിക്ക് നൽകുന്ന മറുപടിയാണ്, അമാ സമയത്ത് അന്നലി സുലൈമാൻ ഖൈലൻ ലഹ അജ്നിഹ, അങ്ങ് കേട്ടിട്ടില്ലേ സുലൈമാൻ അലൈഹി ഇസ്ലാമക്ക് കുതിര ഉണ്ടായിരുന്നു, ആ കുതിരക്ക് ചിറകുകളുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? ഖാലത്ത്, അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫളഹിക, റസൂലുള്ള ചിരിച്ചു, ഹത്താ റഅയ്തു നവാജിദഹു, അദ്ദേഹത്തിന് അണപ്പല്ലുകൾ കാണുമാറ് പ്രവാചകൻ ചിരിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പോൾ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, ഇസ്തദല്ല ബിഹാദൽ ഹദീസ് അലാ ജവാസി ഇത്തിഖാദി സുവരിൽ ബനാത്തി വല്ലഅബ്, അതായത് കളിപ്പാട്ടങ്ങൾ, ടോയ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് പെൺകുട്ടികളുടെ ചിത്രങ്ങളുള്ള കളിപ്പാട്ടങ്ങൾ, അത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിലുണ്ട്. എന്തിനെ മിൻ അജ്ലി ലഅബിൽ ബനാത്തി ബിഹിന്ന, പെൺകുട്ടികൾ അതുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഇവിടെ എന്താണ്, മൃഗങ്ങൾ, പക്ഷികൾ ഇവയുടെയൊക്കെ ചിത്രങ്ങളുള്ള വിരിപ്പോ അതുപോലെ തന്നെ ഉള്ള സംഭവങ്ങൾ, കർട്ടനോ മറ്റൊക്കെ ഉപയോഗിക്കുന്നതിനും പ്രശ്നമില്ല എന്നുള്ളതാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ആ പ്രവാചകൻ്റെ
വചനങ്ങൾ എന്തർത്ഥത്തിലാണ് പ്രയോഗിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും അങ്ങനെ സത്യം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.